അറസ്റ്റ് പേടിച്ച് ഒളിച്ചോടിയ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നിന്ന് UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലേക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യാത്രയെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കി വളഞ്ഞു പൊളഞ്ഞ് സാധാരണയിലും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് നെതന്യാഹു ന്യൂയോർക്കിലെത്തിയത്. ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റൊരു യൂറോപ്യൻ വ്യോമാതിർത്തികളും നെതന്യാഹുവിന്റെ വിമാനം സ്പർശിച്ചില്ലത്രേ. നെതന്യാഹു സഞ്ചരിച്ച വിങ്സ് ഓഫ് സൈൻ നടത്തിയ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന വിമാനയാത്ര എന്തായാലും അന്താരാഷ്ട്ര ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഗാസ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പ്രകാരം യൂറോപ്യൻ മണ്ണിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് ന്യൂയോർക്കിലേക്ക് എളുപ്പത്തിലുള്ള വ്യോമപാത വിട്ട് വളഞ്ഞു പോകാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. 2024 നവംബറിലാണ് ICC നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളുടെ കൂടി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ എയർഫോഴ്സ് 1 വിമാനത്തിന് തുല്യമായ ഇസ്രയേലിന്റെ വിങ്സ് ഓഫ് സൈൻ ന്യൂയോർക്കിലേക്കുള്ള യാത്ര നടത്തിയത് ഇങ്ങനെയായിരുന്നു. ഗ്രീസിന്റെയും ഇറ്റലിയുടെയും വ്യോമാതിർത്തി പിന്നിട്ട വിങ്സ് ഓഫ് സൈൻ പിന്നീട് ഫ്രഞ്ച്, സ്പാനിഷ് വ്യോമപാതകൾ ഉപേക്ഷിച്ചു. നേരെ പോകേണ്ടതിന് പകരം ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞ് ജിബ്രാൾട്ടർ കടലിടുക്കും അറ്റ്ലാന്റിക് കടലിടുക്കും കടന്ന് അസാധാരണ റൂട്ട് പിടിച്ചായിരുന്നു യാത്ര. സാധാരണഗതിയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്ററേനിയൻ കടലിനും ജിബ്രാൾട്ടർ കടലിടുക്കിനും മുകളിലൂടെ മാത്രം പറന്നതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും സ്ഥിരീകരിക്കുന്നുണ്ട്. യൂറോപ്യൻ വ്യോമാതിർത്തികൾക്ക് മുകളിലൂടെ പറന്നാൽ ടെൽ അവീവിൽ നിന്ന് എളുപ്പത്തിൽ ന്യൂയോർക്കിൽ എത്താമായിരുന്നു എന്നിരിക്കെ എന്താണ് ഇത്തരത്തിലൊരു അസാധാരണ യാത്ര നടത്താൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് എന്നത് സംബന്ധിച്ച് ഇസ്രയേലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. സാധാരണ പാത ഒഴിവാക്കി അസാധാരണ പാത പിടിച്ച ഇസ്രയേലിന്റെ വിങ്സ് ഓഫ് സൈൻ നെതന്യാഹുവുമായി 600 കിലോമീറ്ററാണ് അധികം പറക്കേണ്ടി വന്നത്. ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ്, UK തുടങ്ങിയ വ്യോമപാതകൾക്ക് മുകളിലൂടെ പറക്കുന്നത് ദൂരക്കുറവും പുറമെ ഇന്ധന ലാഭവും ആണെന്നിരിക്കെ ആ പാത പിടിക്കാൻ ഇസ്രയേലോ നെതന്യാഹുവോ മെനക്കെട്ടില്ല. ഒരുപക്ഷെ ഗാസ വിഷയത്തിൽ നിലവിൽ ഇസ്രായേൽ ഫ്രാൻസ് ബന്ധം അത്ര രസത്തിലല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വളഞ്ഞ വഴി തെരഞ്ഞെടുക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് കരുതേണ്ടി വരും. അതേസമയം ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്ക് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാമെന്ന് ഫ്രാൻസ് ഇസ്രായേലിനെ അറിയിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇസ്രായേൽ ഈ പാത തിരഞ്ഞെടുക്കാതെ 600 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ന്യൂയോർക്കിൽ എത്തിയതാണ് ഏറെ കൗതുകകരമായി തോന്നുന്നത്. ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ്, UK തുടങ്ങിയ രാഷ്ട്രങ്ങൾ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറന്നാൽ ചിലപ്പോൾ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ അടിയന്തര ലാൻഡിംഗ് ചെയ്യിക്കാൻ മറ്റൊരു രാജ്യത്തെ സൈന്യത്തിന് അധികാരമുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അഥവാ അങ്ങനെ ഒരു എമർജൻസി ലാൻഡിംഗ് നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ അന്തർദേശീയ രാഷ്ട്രീയം തന്നെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമായിരുന്നുവെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. യാത്രയ്ക്ക് മുൻപ് ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫ്രാൻസ്, UK, കാനഡ, ഓസ്ട്രേലിയ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. ഇത് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 159 രാജ്യങ്ങളും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഫ്രാൻസുമായി തീർത്തും നല്ല ബന്ധമല്ല ഇസ്രയേലിന് ഇപ്പോഴുള്ളത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അന്തർദേശീയ തലത്തിൽ നയതന്ത്ര ശ്രമങ്ങളുമായി ഫ്രാൻസ് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഫ്രഞ്ച് പ്രഖ്യാപനവും ഇതിന്റെ ഭാഗമാണ്. പക്ഷേ നെതന്യാഹു ഇപ്പോഴും പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു രസകരമായ വസ്തുത അതല്ല. ഇതാദ്യമായല്ല നെതന്യാഹു ഇത്തരത്തിൽ നേരായ പാത വിട്ട് വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലും നെതന്യാഹുവിന്റെ വിമാനം ന്യൂയോർക്കിലേക്ക് പറന്നത് വളഞ്ഞ വഴിയിലൂടെയായിരുന്നു. അന്ന് ഫ്രാൻസും ഇറ്റലിയും ഗ്രീസും സുരക്ഷിത പാത വാഗ്ദാനം ചെയ്തപ്പോഴും നെതന്യാഹു സ്വീകരിച്ചത് വളഞ്ഞ വഴിയായിരുന്നു. ഇതും അന്ന് ഏറെ വിമർശനത്തിന് ഇടയാക്കിയതാണ്. ഫെബ്രുവരിയിലും ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് സാഹചര്യം ഒഴിവാക്കാൻ വാഷിംഗ്ടൺ DCCയിലേക്കുള്ള യാത്ര നെതന്യാഹു മറ്റൊരു വഴിയിലൂടെ ആക്കിയിരുന്നു.
അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം യാത്രയ്ക്കിടെ ഏത് സമയത്തും ഒരുപക്ഷെ ഒരു അടിയന്തര വൈദ്യസഹായം വേണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്നതാണ്. കാരണം അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നെതന്യാഹു കടന്നു പോകുന്നത്. 2024 ഒരു ശസ്ത്രക്രിയയിലൂടെ നെതന്യാഹുവിന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത്തരം യാത്രകളിൽ 2 ഡോക്ടർമാരുടെ അകമ്പടിയോടെയാണ് നെതന്യാഹുവിന്റെ യാത്ര. ഡോക്ടർമാരും ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകാറുണ്ട്. 2024 നവംബറിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ഹേഗ് ആസ്ഥാനമായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അന്നു മുതൽ അറസ്റ്റ് ഭയന്നാണ് നെതന്യാഹുവിന്റെ യാത്രകൾ. ICCയുടെ വാറന്റ് അനുസരിച്ച് നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.